ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് ലക്നൗ സൂപ്പർ ജയൻസ്. ഈ സീസൺ ഇതുവരെ രാജസ്ഥാൻ റോയൽസ് പ്രതീക്ഷിച്ചതുപോലെയല്ല പോയത്. 7 മത്സരങ്ങളിൽ 2 മത്സരങ്ങൾ മാത്രമാണ് ഇവർക്ക് വിജയിക്കാനായത്. ഇപ്പോൾ ആദ്യത്തെ 2 മത്സരങ്ങൾ തോറ്റു, പിന്നീട് 2 മത്സരങ്ങൾ ജയിച്ച് അവരൊരു വിജയ വഴിയിലേക്ക് തിരിച്ചെത്തും, തുടർച്ചയായി വിജയങ്ങൾ സ്വന്തമാക്കുമെന്നൊക്കെ തോന്നിയതാണ്. പിന്നീട് 3 മത്സരങ്ങൾ വീണ്ടും പരാജയപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ ഒരു ഡു ഓർ ഡൈ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിയിരിക്കുകയാണ് അവർ. ഇനി 7 മത്സരങ്ങളാണ് അവർക്ക് ബാക്കിയുള്ളത്. അതിൽ തന്നെ പ്ലേ ഓഫ് ഉറപ്പിക്കണമെങ്കിൽ ഒരു 6 മത്സരങ്ങളെങ്കിലും വിജയിക്കണം. ഇപ്പോഴത്തെ ഒരു ഫോം വെച്ചിട്ട് അതൊരു ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇനി ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് സഞ്ജു സാംസന്റെ ഫിറ്റ്നസ് ആണ്. കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു ഹിപ്പ് അബ്ഡമൻ ഏരിയയിൽ ഉണ്ടായ ഇഞ്ചുറി മൂലം സഞ്ജുവിന് റിട്ടയർ ചെയ്യേണ്ടി വന്നു. അത് ആ മത്സരത്തിൽ തന്നെ വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. സഞ്ജു നല്ല ടച്ചിൽ ബാറ്റ് ചെയ്യുകയായിരുന്നു. പിന്നീട് ആ മത്സരം രാജസ്ഥാൻ തോൽക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ സഞ്ജു നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ റിസൾട്ട് മറ്റൊന്നായനെ. അപ്പോൾ അത് കഴിഞ്ഞു. പോസ്റ്റ് മാച്ച് കോൺഫറൻസിൽ സഞ്ജു വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും പിന്നീട് ദ്രാവിഡ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ള സ്കാൻ അതുപോലെയുള്ള റിസൾട്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം മാത്രമേ സഞ്ജു ഇന്ന് കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അവർ തീരുമാനമെടുക്കും. അപ്പോൾ സഞ്ജുവിന്റെ കാര്യം ഉറപ്പല്ല. അത് വളരെ വലിയൊരു തിരിച്ചടിയാണ് അവർക്ക്. ഒന്നാമത് നല്ല ഫോമിലല്ലാത്ത ഒരു ബാറ്റിംഗ് നിരയാണ്. അപ്പോൾ അവരുടെ ഏറ്റവും മികച്ച ബാറ്റർ തന്നെ ടീമിൽ നിന്ന് പുറത്തായാൽ അവർക്ക് ഉണ്ടാവുന്ന തിരിച്ചടി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി അവരുടെ ടീമിലേക്ക് വന്നാൽ ജയ്സ്വാളിന്റെ ഒരു ഫോമാണ് ഇപ്പോൾ ഒരു പോസിറ്റീവ് ഫാക്ടർ എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ആദ്യത്തെ മത്സരങ്ങളിലൊന്നും നല്ല ഫോമിൽ അല്ല ജയ്സ്വാൾ കളിച്ചത്. എന്നാൽ പതുക്കെ തന്റെ ഒരു ഗ്രൂവിലേക്ക് ജയ്സ്വാൾ തിരിച്ചെത്തുന്നുണ്ട്. കഴിഞ്ഞ 4 മത്സരങ്ങളിൽ 3 50 ജയ്സ്വാൾ അടിച്ചിരിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് നോക്കിയാൽ റിയാൻ പരാഗ് കഴിഞ്ഞ സീസണിൽ 573 റൺസ് എടുത്ത താരമാണ്. അവരുടെ ഒരു സ്റ്റാൻഡ് ഔട്ട് പെർഫോമർ എന്ന് കഴിഞ്ഞ സീസണിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിഞ്ഞ താരമാണ് റിയാൻ പരാഗ്. എന്നാൽ ഈ സീസണിൽ കാര്യമായിട്ടുള്ള പെർഫോമൻസ് പരാഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ചില മത്സരങ്ങളിൽ നല്ല സ്റ്റാർട്ട് കിട്ടി, പക്ഷേ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് പരാഗിന് കഴിഞ്ഞില്ല. കഴിഞ്ഞ മത്സരത്തിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുകയും ചെയ്തു. ഒരു 11 പന്തിൽ 7 റൺസ് മാത്രമാണ് പരാഗിന് എടുക്കാനായത്. അപ്പോൾ കഴിഞ്ഞ സീസണിലെ ഒരു പെർഫോമൻസ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പരാഗിന് കഴിഞ്ഞില്ല. അത് ഇവരുടെ ബാറ്റിംഗ് ലൈനപ്പിൽ ഒരു ഹോൾ ഉണ്ടാക്കിയെന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ ബട്ട്ലർ ഒന്നും ഇല്ലാന്ന് കൂടി ഓർക്കണം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജുറൽ അത്യാവശ്യം ടച്ചിലാണ്. ഹെഡ്മേർ അവസാനം ഞാൻ പറഞ്ഞില്ല, ഒരു അവസാനം 10-15 ബോൾ മാത്രമേ കളിക്കുന്നുള്ളൂ. അതിൽ തന്നെ ഒരു മാച്ച് വിന്നിംഗ് ഇന്നിങ്സ് എന്ന് പറയാനായിട്ട് നമുക്ക് ഇതുവരെ ഒരു പെർഫോമൻസ് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവരുടെ ബാറ്റിംഗ് യൂണിറ്റിലുണ്ട്. ബോളിംഗ് യൂണിറ്റിൽ ആർച്ചറിന്റെ ഫോമാണ് ഇവർക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ളത്. ആർച്ചർ നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള ബോളർമാർക്ക് ഇപ്പോൾ സന്ദീപ് ശർമ്മ ഡിപ്പെൻഡബിൾ ആണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. അപ്പോൾ സൂപ്പർ ഓവറിലായാലും അത്യാവശ്യം പ്രഡിക്റ്റബിൾ ആയി പോയി. എങ്കിലും ബാക്കിയുള്ള ബോളേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഡീസന്റ് ആണ്. പിന്നീട് നമുക്ക് തുഷാർ ദേശ്പാണ്ഡെക്കൊന്നും കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് ഞാൻ കഴിഞ്ഞ മത്സരത്തിന്റെ പ്രിവ്യൂ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ്. അതായത് ആകാശ് മദ്വാൾ മുംബൈക്ക് വേണ്ടി ഡീസന്റ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തിയ താരമാണ്. മദ്വാൾ കളിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചില്ല. അപ്പോൾ പകരം ദേശ്പാണ്ഡെ തന്നെയാണ് കളിച്ചത്. ദേശ്പാണ്ഡെക്ക് ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പ്രകടനം നടത്താൻ സാധിച്ചിട്ടില്ല. അവരുടെ സ്പിൻ ഡിയോ ആണെങ്കിൽ അസരങ്ക, തീക്ഷണ ഡീസന്റ് ആയിട്ട് ബോൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ മത്സരങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ടെന്നേ പറയാനുള്ളൂ. അല്ലാതെ കാര്യമായിട്ടുള്ളൊരു മാച്ച് വിന്നിംഗ് കോൺട്രിബ്യൂഷൻസ് അവരിൽ നിന്ന് ലഭിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ടീം മൊത്തത്തിലൊരു ഒരു ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അതായത് നല്ലൊരു മികച്ച ഫോമിലാണ്, മികച്ച ടച്ചിലാണെന്ന് പറയാൻ കഴിയുന്ന അവസ്ഥയിലല്ല രാജസ്ഥാന്റെ കാര്യം. അതിന്റെ മുകളിലാണ് സഞ്ജുവിന്റെ പരിക്ക് കൂടി നിൽക്കുന്നത്. ഇനിയിപ്പോൾ സഞ്ജു ഇല്ലെങ്കിൽ ആര് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ശുഭം ദുബെ കളിപ്പിക്കാം, പക്ഷേ ശുഭം ദുബെ ഒരു ടോപ്പ് ഓർഡർ ബാറ്റർ അല്ല. അപ്പോൾ നിതീഷ് റാണയ്ക്കോ ജുറലിനോ ആരെങ്കിലും ഒരാൾക്ക് ഓപ്പണറായിട്ട് വരേണ്ടി വരും. നിതീഷ് റാണ നേരത്തെ ഓപ്പൺ ചെയ്തിട്ടുള്ള താരമാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആവും. അപ്പോൾ അങ്ങനെ അവരിൽ ആരെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യേണ്ടി വരും. പിന്നെ അവർക്ക് ഓപ്പണിംഗ് ഓപ്ഷൻ ആയിട്ടുള്ളത് വൈഭവ് സൂര്യവംശിയാണ്. 14 വയസ്സേ ഉള്ളൂ. അപ്പോൾ അൺടെസ്റ്റഡ് ആണ്. അതായത് IPL ഒന്നും കളിച്ച് പരിചയമില്ല. അങ്ങനെ ഒരു ഹൈ ഒക്ടെയിൻ മാച്ചസിൽ കളിച്ച് പരിചയമില്ല. അപ്പോൾ ഇതുപോലൊരു ഡു ഓർ ഡൈ സിറ്റുവേഷനിൽ സൂര്യവംശിക്ക് ചാൻസ് കൊടുക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജസ്ഥാന്റെ കാര്യങ്ങൾ. LSGയെ സംബന്ധിച്ച് ഡീസന്റ് ആയിട്ടുള്ള സീസണാണ് ഇന്ന് വരെ. 7 മത്സരങ്ങളിൽ 4 ജയിച്ചു. ഇപ്പോൾ CSK ആയിട്ടുള്ള ഒരു തോൽവി കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത്. പക്ഷേ അവരുടെ ടീമിൽ കാര്യമായിട്ട് ആശങ്കപ്പെടാനുള്ള കാര്യമില്ല. അപ്പോൾ സീസൺ തുടങ്ങുമ്പോൾ അവർക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. അവരുടെ ബോളിംഗ് എക്സ്പീരിയൻസ്ഡ് മാത്രമല്ല, ഇഞ്ചുറി റിഡൻ ആയിരുന്നു. അങ്ങനെ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്ന സമയത്തും അവർ നല്ല പെർഫോമൻസ് ആണ് നടത്തിയത്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അവർക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ബാറ്റിംഗ് പറയുകയാണെങ്കിൽ നിക്കോളാസ് പുറനും മിച്ചൽ മാർഷും ഇവർ വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. നല്ല കൺസിസ്റ്റന്റ് ആണ് ഇവർ. നമ്മുടെ ഈ ഒരു സീസണിലെ റൺ ഗെറ്റേഴ്സിലും ടോപ്പിൽ തന്നെയുണ്ട്. നിക്കോളാസ് പുറാനാണ് ഓറഞ്ച് ക്യാപ്പ്. മൊത്തത്തിൽ നോക്കി ഇവർ രണ്ടുപേരും ടോപ്പ് റൺ ഗെറ്റേഴ്സ് ലിസ്റ്റിലുള്ള താരങ്ങളാണ്. എയ്ഡൻ മാർട്ടറും തന്റെ റോള് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ പന്ത് മാത്രമാണ് ഒരു ഫോം ഔട്ട് എന്ന് പറയാനാവുന്നത്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ഒരു 50 ആയിട്ട് പന്തും വന്നു. ഒരു തുടക്കം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തെടുത്ത 50 ആണെങ്കിൽ പോലും അത് ഒരാശാവഹമാണ്. അതായത് പന്ത് കുറച്ചുകൂടി നിൽക്കുന്നു, കുറച്ചുകൂടി ഒരു പെർഫോമൻസ്. അവസാനം പേസ് ബോളേഴ്സിനെ അത്യാവശ്യം ഹിറ്റ് ചെയ്തു. സ്പിന്നേഴ്സിനെതിരെ സ്ട്രഗിളിംഗ് ആയിരുന്നു. എങ്കിലും പന്തും കൂടി പതിയെ ഫോമിന്റെ ഒരു സൂചനയെങ്കിലും കാണിക്കാൻ തുടങ്ങുന്നത് നമ്മുടെ LSGക്ക് ഒന്നുകൂടി ഒരു പുഷ് നൽകും. അതുപോലെ തന്നെ സമദായാലും ബദോണി ആയാലും മില്ലർ ആയാലും തങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്നുണ്ട്. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഒരു ഇഞ്ചുറി റിഡൻ സെറ്റപ്പ് ആയിരുന്നു. അതിലേക്ക് താക്കൂർ വന്നു. താക്കൂർ ഡീസന്റ് ആയിട്ട് ബോൾ ചെയ്തു.
പിന്നെ ആകാശദീപും ആവേശ് ഖാനും ഒക്കെ തിരികെ വന്നെങ്കിലും ആ ഒരു ഇമ്പാക്ട്ഫുൾ പെർഫോമൻസ് അവരിൽ നിന്ന് വന്നിട്ടില്ല. പക്ഷേ ആസ് എ ടീം അവർ നന്നായിട്ട് തന്നെ മുന്നോട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. പിന്നീട് ഇപ്പോൾ മയങ്ക് യാദവ് പരിക്കിന് ശേഷം തിരികെ എത്തിയിട്ടുണ്ട്. ഈ മത്സരത്തിൽ ഡയറക്റ്റ് പ്ലേയിങ് 12 വരുമോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും മയങ്ക് യാദവിന്റെ റിട്ടേൺ ഒരു ബൂസ്റ്റ് ആണ്. ഇന്ന് ഈ മത്സരത്തിൽ അല്ലെങ്കിൽ അടുത്ത മത്സരത്തിൽ മയങ്ക് യാദവ് എന്തായാലും കളിക്കും. അപ്പോൾ ഇന്ന് മയങ്ക് കളിക്കുമോ എന്നുള്ളത് ഞാൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് ന്യൂസാണ് അവർക്ക് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഉള്ളത്. പിന്നീട് ദിഗ്വേഷ് രതിയുടെ പെർഫോമൻസ് അവർക്ക് വളരെ മികച്ചൊരു ബൂസ്റ്റ് നൽകുന്നതാണ്. പിന്നെ ബിഷ്ണോയ് ഇപ്പോൾ ഫോമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാജസ്ഥാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു സെറ്റിൽഡ് സൈഡെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മത്സരം നടക്കുന്നത് ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ്. ഈ സീസണിൽ ഒരു മത്സരമേ നടന്നിട്ടുള്ളൂ. അതൊരു ഈവനിങ് മാച്ച് ആയിരുന്നു. അതിൽ ഒരു സ്ലൈറ്റ്ലി ടു പേസ്ഡ് ആയിരുന്നു. അത് മാത്രമല്ല സെക്കൻഡ് ഇന്നിംഗ്സ് വന്നപ്പോഴത്തേനും ബാറ്റിംഗ് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ഈസി ആയെന്ന് നമുക്ക് പറയാം. RCBക്ക് എതിരെയായിരുന്നു. RCB ചേസ് ചെയ്ത അനായാസമാണ് മത്സരം വിജയിച്ചത്. അപ്പോൾ ഇന്നത്തെ ഒരു നൈറ്റ് ഗെയിം ആണ്, ഈവനിങ് മാച്ച് അല്ല. എങ്കിലും നമ്മൾ ഈ സ്റ്റേഡിയത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു ഹൈ സ്കോറിംഗ് 200+ സ്കോറിംഗ് വരുന്ന ഒരു സ്റ്റേഡിയം അല്ല. അതൊരു 180, 185 ഒക്കെ ഒരു പാർ സ്കോർ ആയിട്ട് വരുന്നൊരു സ്റ്റേഡിയമാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള മത്സരമാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അല്ലാതെ ഒരു ഹൈ സ്കോറിംഗ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഒരു ഡീസന്റ് പിച്ച് ആയിരിക്കും. ഇനി പ്രഡിക്റ്റഡ് പ്ലേയിങ് 12 വരുമ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. സഞ്ജു സാംസന്റെ ഇഞ്ചുറിയുടെ അപ്ഡേറ്റ് കാത്തിരിക്കുകയാണ്. അപ്പോൾ സഞ്ജു സാംസൺ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ശുഭം ദുബെയോ ആരെങ്കിലും ടീമിലേക്ക് വരും. എന്നിട്ട് നിതീഷ് റാണയോ ആരെങ്കിലും ഒരാൾ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അല്ലാതെ വൈഭവ് സൂര്യവംശിയെ കളിപ്പിക്കുമോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. ഇനി LSGയിലേക്ക് വന്നു കഴിഞ്ഞാൽ മയങ്ക് യാദവ് കളിക്കുമോ എന്നുള്ള കാര്യമാണ് ഞാൻ കാത്തിരിക്കുന്നത്. മയങ്ക് യാദവ് മാച്ച് ഫിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും മയങ്ക് യാദവ് പ്ലേയിങ് 12 എത്തുന്നതായിരിക്കും. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. രാജസ്ഥാൻ നിരയിൽ നിന്ന് റിയാൻ പരാഗ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ സീസണിൽ വളരെ നന്നായിട്ട് കളിച്ച പ്ലെയറാണ്. പക്ഷേ ഈ സീസണിൽ ആ ഒരു പെർഫോമൻസ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി സഞ്ജുവിന് പരിക്കാണെങ്കിൽ ക്യാപ്റ്റൻ ആവുന്നതും ടീമിനെ നയിക്കുന്നതും പരാഗ് തന്നെയായിരിക്കും. അപ്പോൾ പരാഗിന്റെ പെർഫോമൻസ് ഞാൻ ഉറ്റുനോക്കുന്ന ഒന്നാണ്. LSG നിരയിൽ നിന്ന് കളിച്ചു കഴിഞ്ഞാൽ മയങ്ക് യാദവ് നമുക്കറിയാം ഒരു 150+ കൺസിസ്റ്റന്റ് ആയിട്ട് ബോൾ ചെയ്യാൻ കെൽപ്പുള്ള പ്ലെയർ ആണ്. അപ്പോൾ ഇന്ന് കളിക്കുകയാണെങ്കിൽ മയങ്ക് യാദവ് എങ്ങനെയാണ് ആ പരിക്കിന് ശേഷം വന്ന് ബോൾ ചെയ്യുന്നത് എന്ന് ഞാൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ മത്സരത്തിൽ ജയ്പൂരിൽ വിജയിക്കുന്നത് ആരായിരിക്കും? രാജസ്ഥാൻ റോയൽസ് ആയിരിക്കുമോ അതോ ലക്നൗ സൂപ്പർ ജയൻസോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.